സമയത്ത് MJ ഇല്ലാതായാൽ ദ ബ്രാൻഡ് ബിക്കംസ് ഇറ്റേണൽ. ഇനി മരണവാർത്ത പുറത്തു വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു നോക്കാം. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ്. ഏകദേശം $30 മില്യൺ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ MJ എന്ന ബ്രാൻഡിന്റെ വാല്യൂ എക്സ്പോണൻഷ്യലി കൂടി. അതായത് മ്യൂസിക് കാറ്റലോഗ്, പ്രോപ്പർട്ടീസ്, ആർട്ടിഫാക്ട്സ്, കോസ്റ്റ്യൂംസ്, ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും, ഈവൻ ഓപ്ഷൻ മാർക്കറ്റിൽ മൈക്കിളുടെ പ്രസൻസ് ഉള്ള എല്ലാ സംഭവങ്ങളും റേറസ്റ്റ് ഓഫ് ദ റേറസ്റ്റ് കമോഡിറ്റീസ് ആയി. അല്ല, ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, ഈ ലൈഫ് ഇൻഷുറൻസ് ഇല്ലേ, നമ്മുടെ ഫെയിമും പ്രൊഫഷനും മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അതിന്റെ വാല്യൂ കൂടുതലായിട്ട് കിട്ടുമോ? അതല്ലേ, അതാ ഞാൻ എല്ലാവർക്കും ഒരേപോലെ അല്ലേ കിട്ടുമായിരിക്കും. കിട്ടും? തിരിച്ചു വന്നാലും ആ പൈസ അടക്കണ്ടപ്പോ ആ ഡെപ്ത്. പിന്നെ തിരിച്ചു വന്ന കേസല്ലേ, അപ്പൊ ഇൻഷുറൻസുകാരൊക്കെ ലൈഫ് ഇൻഷുറൻസുകാർ കേസ് കൊടുക്കൂലേ? ആളെ പിന്നെ കാണൂലല്ലോ പിന്നെ. ഇൻകം പോലെ ആണെന്ന്. ഇത് മെസ്സിയുടെ